ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ബഹിഷ്കരണം തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോഴും ഇന്നും മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മുട്ടത്രയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ്. ഇവിടെ 18 പേരാണ് ഇന്ന് സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത്. അതിൽ 18 പേരും എത്തിയിട്ടില്ല. ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. എത്ര പേര് ബുക്ക് ചെയ്തിരുന്നു സാറേ? ഇപ്പോൾ എന്താ സ്ഥിതി? 18 പേരാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പോൾ 18 പേരുടെയും പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആരും തന്നെ ടെസ്റ്റിന് ഹാജരായിട്ടില്ല. ഇപ്പോൾ 30 പേർക്ക് മാത്രമാണ് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ കഴിയുന്നത്. 30 പേർക്കാണ് ഇപ്പം ബുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതാണ് ലഭിച്ചിട്ടുള്ള വിവരം. ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ് വരുന്നത്. അങ്ങനെ വരാത്തായിരിക്കാം, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു പ്രൈവറ്റ് വാഹനവുമായി ഒരാൾ വന്നാൽ ഇവിടെ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ MVD ഉദ്യോഗസ്ഥർ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും. അതിനുള്ളിൽ ഡാഷ് ക്യാമറ ഒക്കെ വേണമെന്നുള്ള നിർദ്ദേശമുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ടായിരിക്കും ആ വാഹനം അംഗീകരിക്കും. സ്വകാര്യ വാഹനങ്ങളിൽ ഡാഷ് ക്യാം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഓർഡറുകളൊന്നും നിലവിലില്ല. അപ്പോൾ അപ്പോൾ ടെസ്റ്റിന് സ്വകാര്യ വാഹനങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്ര ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഒരു താല്പര്യമല്ലേ. അപ്പോൾ ആ താല്പര്യപ്രകാരം ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കും. അത്തരം വാഹനങ്ങളിൽ ഞങ്ങൾ ടെസ്റ്റ് നടത്തും. സ്വകാര്യ വാഹനം അത് ഇപ്പോൾ മാത്രമല്ല, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മുമ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്തും കുറേ അധികം ആൾക്കാർ സ്വകാര്യ വാഹനത്തിലാണ് ടെസ്റ്റിന് വരുന്നത്. അത്ര ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായി ഞങ്ങൾ ടെസ്റ്റ് നടത്തി വിടാറുണ്ട്. ഇതിപ്പോൾ ചില പ്രത്യേക ക്രമീകരണങ്ങൾ, ഒരു പ്രത്യേകതയുണ്ട്. ടെസ്റ്റ് പുതിയ പരിഷ്കാരമാണല്ലോ. കയറ്റിറക്കത്തിലുള്ള ചില ടെസ്റ്റുകൾ വേണം, വളഞ്ഞു പൊളഞ്ഞുള്ള ഡ്രൈവിംഗ് വേണം, പാർക്കിങ്ങിൽ ചില ടെസ്റ്റുകൾ നടത്തണമെന്നാണ് നിർദ്ദേശം. അതിപ്പോൾ ഒരാൾ വാഹനവുമായി വന്നാൽ നടത്താനുള്ള സംവിധാനം നമുക്കുണ്ടോ? അത് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നടത്തുന്നത് റോഡ് ടെസ്റ്റ് സമയത്താണ്. നിലവിൽ കാരണം ഈ റോഡിൽ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ താങ്കൾ കണ്ടല്ലോ, അവിടെ ഫ്ലൈ ഓവർ ഉണ്ട്. അപ്പോൾ അവിടെ ഗ്രേഡിംഗ് ടെസ്റ്റ് അവിടെയാണ് നടത്തുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ ടേണിംഗ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണല്ലോ ഞങ്ങൾ റോഡ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് റിവേഴ്സ് പാർക്കിംഗ് ചെയ്യാൻ പറയും. ഇതിനാൽ എല്ലാ സംവിധാനവും റോഡ് ടെസ്റ്റിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുമല്ലോ. അത് ഈ അകത്ത് സംവിധാനങ്ങളിലും പുറത്ത് റോഡ് ടെസ്റ്റ് ഇതൊക്കെ റോഡ് ടെസ്റ്റ് ഇതെല്ലാം നടക്കും. അത് ഓൾറെഡി നമ്മളിത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ തിരുവനന്തപുരം ഓഫീസിൽ ഇവർക്കൊക്കെ അറിയാം എല്ലാ കാര്യങ്ങളും. ഈ സംവിധാനങ്ങൾ മുഴുവൻ നടത്തിയിട്ടാണ് റോഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഏതായാലും MVDയുടെ മറ്റ് സേവനങ്ങളുണ്ടല്ലോ, ഫിറ്റ്നസ് ടെസ്റ്റ് അടക്കമുള്ള വാഹനങ്ങളുടെ അതൊക്കെ നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. യാതൊരു തടസ്സമില്ല. ഇതിപ്പോ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുന്നവരിൽ മാത്രമാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുന്നവരിൽ മാത്രമാണ് പ്രശ്നം. ഈ സ്ലോട്ട് 60ലേക്കൊക്കെ മാറ്റും എന്നൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശമായി കിട്ടിയിട്ടുണ്ട്? അല്ല, അതെല്ലാം സോഫ്റ്റ്വെയർ ചെയ്യുന്ന NIC-യുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനനുസരിച്ച് സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഇത് പ്രിന്റ് ഔട്ട് എടുക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ പ്രിന്റ് ഔട്ട് എടുത്തപ്പോൾ 18 പേര് മാത്രമേ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളൂ. അത്രേ 30 എന്നുള്ളത് 60ലേക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡേറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ അവൈലബിൾ ആയിരുന്നിട്ടും ആൾക്കാരെടുക്കുന്നില്ല ഡേറ്റ്. ഈ ചിലർ പറയുന്നത് കോവിഡ് കാരണം ക്യാൻസൽ ആവുന്ന മെസ്സേജ് വരുന്നുണ്ടല്ലോ സാർ, അതെന്താണ്? അത് കോവിഡ് സമയത്ത് ഇത്തരത്തിൽ നമ്മൾ സ്ലോട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സോഫ്റ്റ്വെയറിൽ NIC എൻ്റർ ചെയ്തത് ഡ്യൂ ടു കോവിഡ് സിറ്റുവേഷൻ എന്നാണ് അന്ന് എൻ്റർ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പം നടന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് മെസ്സേജ് പോയപ്പോൾ ആ പഴയ എൻ്റർ ചെയ്തിരുന്ന COVID-19 സിറ്റുവേഷൻ ആ സെന്റൻസ് അതുപോലെ വന്നു എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ആണ്, ആരും മനഃപൂർവ്വം ചെയ്തല്ല. ക്യാൻസൽ ആവുന്ന ഘട്ടത്തിൽ ക്യാൻസൽ ആവുന്നതിന്റെ കാരണം കോവിഡ് എന്ന് മുമ്പുള്ള സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങ് പോവുകയാണ്. അത് പോയതാണ് ബിക്കോസ് ഓഫ് ദി സോഫ്റ്റ്വെയർ എറർ. ശരി, അതായത് ഇന്ന് 18 പേരാണ് മുട്ടത്രയിലെ ഗ്രൗണ്ടിൽ ടെസ്റ്റിന് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ 18 പേരും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിക്കുന്നത്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുണ്ട്. ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധവുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരത്തെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. എന്താ അവസ്ഥ? നമ്മൾ കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്തസ്സുള്ള ഗണേഷ് കുമാർ സാർ പറഞ്ഞേക്കുന്ന അന്തസ്സുള്ള ലൈസൻസ് കൊടുക്കണമെന്നാണ്. ഇപ്പം ഇത് കണ്ടിട്ട് അന്തസ്സുള്ള ലൈസൻസും കിട്ടുന്ന കോളൊന്നും കാണുന്നില്ല. അപ്പൊ അന്തസ്സുള്ള കഞ്ഞി വെച്ച് നമ്മുടെ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളാണ്, പറയും എന്താണ് അവസ്ഥ? ഞങ്ങളിപ്പോ എന്റെ ഒരു സംശയം ചോദിക്കുന്നത് ഇതിപ്പം സർക്കുലർ നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് ഇതിനോട് സഹകരിക്കുന്നുണ്ട്? അതെ, സഹകരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ പുതിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സർക്കുലർ അംഗീകരിക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ അംഗീകരിക്കാൻ പ്രയാസമാണത്. കാര്യം മൊത്തമായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിപ്പോൾ ഇങ്ങനൊരു പുതിയ സർക്കുലർ ഇറങ്ങിയിട്ട് ഈ കഴിഞ്ഞ 29 ഇവിടെ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തിയതിൽ
ഒരു ME ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് 3 ME ബാക്കിൽ കയറി 2 ME ബാക്കിൽ ഇരുന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. പുതിയ പരിഷ്കാരങ്ങളൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ സാധിക്കില്ല. സമയം വേണം, അതിനുള്ള സമ്പ്രദായം സർക്കാർ ഉണ്ടായി തരണം. അത് മാത്രം വേണം, അത്രേ ഉള്ളൂ. 15 വർഷം വണ്ടി മാറ്റുന്ന കാര്യം പാടില്ല. ഇതിലേക്ക് മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി ചോദിച്ചാൽ ചേച്ചി എന്താ അവസ്ഥ? ഇപ്പം നമ്മൾ സാറിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ടെസ്റ്റ് ഡേറ്റ് എടുത്ത കുട്ടികൾക്ക് ടെസ്റ്റ് ഡേറ്റിന് കയറാൻ പറ്റില്ല, പുതിയ ഒരു ഡേറ്റ് വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. എത്ര സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്കിപ്പോൾ കുറച്ച് സ്ലോട്ടേ കിട്ടുന്നുള്ളൂ, കുറച്ച് 30 സ്ലോട്ടാണ് കിട്ടുന്നത്. അത് 60 ആക്കുമെന്ന് പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ ഇല്ല, വരുന്നില്ല, ഡേറ്റ് വരുന്നില്ല. ഇല്ല, എനിക്കൊന്നും പറയില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമയാണ്. അതെ, എനിക്കൊന്നും പറയില്ല. വെയിലത്ത് നിൽക്കുക തന്നെ. എല്ലാവരും വന്നു അത്ര തന്നെ. എനിക്കൊന്നുമില്ല, നിങ്ങളോട് പറയാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു കൂടി പോകേണ്ട കാര്യമൊന്നുമില്ല. ബുദ്ധിമുട്ടിലാണ്, പറയാൻ ബുദ്ധിമുട്ടാണ്. എനിക്കൊന്നും പറയാനില്ല. എന്താ സർക്കാർ വയ്ക്കുന്നോ അതിനനുസരിച്ച് ഞാൻ പോകാൻ തയ്യാറ്. ഈ പ്രൈവറ്റ് വാഹനങ്ങളിൽ ഡാഷ്ബോർഡ് ക്യാമറ വേണ്ട, 2 നിയമമാണ്. ഡാഷ്ബോർഡ് ക്യാമറ പ്രൈവറ്റ് വാഹനങ്ങളിൽ വേണ്ടെന്നും ഡ്യുവൽ കൺട്രോൾ വേണ്ട, അതിനൊന്നും പ്രശ്നമില്ല. അതും ടെസ്റ്റ് ചെയ്യാൻ നടത്താൻ റെഡിയായി നിൽക്കുകയാണ് അവർ. അപ്പോൾ ഈ ടെസ്റ്റ് ഡേറ്റ് ചോദിച്ചതിൻ്റെ സമയത്ത് തന്നെ ഒരു കാര്യം എന്ത് ആവശ്യത്താലാണ് മെയ് 1 തൊട്ട് 15 തീയതി വരെയുള്ള ഡേറ്റ് ക്യാൻസൽ ചെയ്തത്? എടുത്തവരെല്ലാം 1 തൊട്ട് 15 വരെ. നേരത്തെയുള്ള നിർദ്ദേശം വളഞ്ഞു പൊളഞ്ഞുള്ള ഡ്രൈവിംഗ്, ഒപ്പം ഈ കയറ്റത്തിൽ നിർത്തിയുള്ള ഡ്രൈവിംഗ് ഒക്കെ നടത്തണം. 15 വർഷമായ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. ഒപ്പം സ്കൂട്ടറിലെ ഗിയർ കയ്യിൽ പോരാ, കാലിൽ തന്നെ വേണം. ഗിയർ മാറുന്നു. നടപ്പാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമുക്കിപ്പോൾ സ്കൂട്ടർ കാലിൽ ഗിയർ മാറും. അതെ, നമുക്ക് ബുദ്ധിമുട്ട്. പെട്ടെന്ന് പഠിച്ചിട്ടൊരു കുട്ടി വരുമ്പോൾ പെട്ടെന്ന് ഗിയർ കാലിൽ തന്നെ ഗിയർ മാറണം എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഈ സ്ലോട്ട് കിട്ടുന്ന ഡേറ്റിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവുന്നുണ്ട്. 2ാം സ്ലോട്ട് എടുക്കാൻ കഴിയുന്നില്ല, സൈറ്റ് ഓപ്പൺ ആവുന്നില്ല. ഇത് ഇവിടെയും ഈ നല്ല വെയിലാണ്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഉണ്ട്. എന്താ ചേച്ചി അവസ്ഥ? എന്താ? പ്രത്യേകിച്ച് അവസ്ഥയൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. 2 ദിവസമായത് മുടങ്ങി. 2 ദിവസമായിട്ട് ടെസ്റ്റ് മുടങ്ങിയതിൻ്റെ കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ 15 വർഷമായ വണ്ടികൾ കയറ്റാൻ പാടില്ല. ഇപ്പോൾ ഉടനെ തന്നെ അങ്ങനെ 15 വർഷമായ വണ്ടി മാറ്റി പുതിയ വണ്ടി കൊണ്ടുവന്ന് അതൊക്കെ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാവകാശം വേണം അതിന്. പിന്നെ രണ്ടാമത് കുട്ടികൾ ടെസ്റ്റിന് നന്നായിട്ട് ഓടിക്കുന്ന കുട്ടികൾ വരെ ഫെയിലാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ ഫെയിലാക്കുന്നുണ്ട്. നന്നായിട്ട് ഓടിക്കുന്ന കുട്ടികളെ 1/2 മണിക്കൂർ ഓടിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഫെയിലാക്കുന്നുണ്ട്. അത് അതാണ് കഞ്ഞിവെച്ച പ്രതിഷേധം. തീർച്ചയായിട്ടും. ശരി. അപ്പോൾ ഇത് മന്ത്രി ഇടപെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനൊപ്പം ഹൈക്കോടതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഒരു ഹർജി നൽകിയിരുന്നു. ഇപ്പോഴിറക്കിയ സർക്കുലർ തൽക്കാലത്തേക്ക് പിൻവലിക്കണം എന്നതാണ് ആവശ്യം. അതിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ആ വിധിയെ അനുസൃതമാക്കിയായിരിക്കും ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരത്തിലുള്ള ഭാവി എന്ന് പറയാം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.